Hello friends, Adobe Illustrator പാർട്ട് 22 നമ്മൾ ഇന്ന് പുതിയൊരു ടൂളാണ് പരിചയപ്പെടാൻ പോകുന്നത്. സാധാരണഗതിയിൽ ഡിസൈനിങ് പഠിക്കുന്നവരും അതുപോലെ പഠിച്ചു കഴിഞ്ഞവരൊക്കെ തന്നെ കൂടുതലായിട്ട് ഉപയോഗിക്കാത്ത ഒരു ടൂളാണ് സ്ലൈസ് ടൂൾ. കാരണം ഡിസൈനിങ് ചെയ്യുമ്പോഴോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡ്രോയിങ് ചെയ്യുമ്പോഴോ സ്ലൈസ് ടൂളിന്റെ ഒരു ഉപയോഗം കൂടുതലും വരാത്തത് കൊണ്ട് തന്നെയാണ്. എന്നാൽ ഗ്രാഫിക് ഡിസൈനിങ് പഠിക്കുന്ന ബേസിക് ആയിട്ടാണെങ്കിൽ പോലും പഠിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു ടൂളാണ് സ്ലൈസ് ടൂൾ. ഗ്രാഫിക് ഡിസൈനിങ് കഴിഞ്ഞ് ഇനിയിപ്പോൾ നിങ്ങൾ വെബ് ഡിസൈനിങ്ങോ വെബ് ലേഔട്ട് ഡിസൈനിങ്ങിലേക്കൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരാളാണെങ്കിൽ പോലും മെയിനായിട്ട് നമ്മൾ അവിടെയൊക്കെ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് സ്ലൈസ് ടൂൾ. ഇനി അതല്ല, നമ്മൾ വർക്ക് ചെയ്യുന്ന ഇമേജ് ഫോർമാറ്റിലുള്ള ഒരു ഡിസൈന് സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു ഔട്ട്പുട്ട് എടുക്കണം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സോഫ്റ്റ്വെയറിലേക്ക് കട്ട് ചെയ്ത് പീസ് ആയിട്ടൊക്കെ കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് സ്ലൈസ് ടൂൾ. അതിലുപരി ഈ ഒരു ടൂളിനെ കൊണ്ടുള്ള മറ്റൊരു ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹൈപ്പർ ലിങ്കുകൾ, അതായത് URL സെറ്റ് ചെയ്തുകൊണ്ട് പല HTML പേജുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന സ്ലൈസ് ടൂൾ ഉപയോഗിക്കാറുണ്ട്. സോ സ്ലൈസ് ടൂൾ എന്താണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. സ്ലൈസ് ടൂൾ സെലക്ട് ചെയ്തു. അതിൽ രണ്ട് ടൂൾസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് സ്ലൈസ് ടൂള്, മറ്റൊന്ന് സ്ലൈസ് സെലക്ഷൻ ടൂള്. സ്ലൈസ് ടൂളിന്റെ ഷോർട്ട് കീ എന്ന് പറയുന്നത് Shift-K ആണ്. ടൂള് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു ഇമേജ് പ്ലേസ് ചെയ്യാണ്. ഫയലിൽ പ്ലേസ് കൊടുത്തു, ഇമേജ് സെലക്ട് ചെയ്ത് പ്ലേസ്. ഇമേജ് പ്ലേസ് ആയി. ഇനി നമുക്ക് ഈ ഒരു ആർട്ട് ബോർഡിലേക്ക് ഇതിനൊന്ന് ഫിറ്റ് ചെയ്യാം. അത് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ പഠിച്ചതാണ്, എങ്ങനെയാണ് ഇമേജിനെ ആർട്ട് ബോർഡിലേക്ക് ഫിറ്റ് ചെയ്യുന്നുള്ളത്. ഫിറ്റ് ടു ആർട്ട് ബൗൺസിലൂടെ നമുക്ക് ആ ഒരു കറക്റ്റ് ഇമേജിന്റെ സൈസിലേക്ക് ആർട്ട് ബോർഡിനെ ഫിറ്റ് ചെയ്യാം. ടൂള് സെലക്ട് ചെയ്തു. ടൂള് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ ഐക്കൺ കാണാൻ സാധിക്കും. ഒരു നൈഫിന്റെ പാറ്റേണിലാണ് ആ ഒരു ഐക്കണിന്റെ ഡിസൈന്. പേര് പോലെ തന്നെ കട്ട് ചെയ്യുക അതല്ലെങ്കിൽ മുറിച്ചെടുക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ് സ്ലൈസ് ടൂൾ. അപ്പൊ ഞാനിവിടെ സ്ലൈസ് ചെയ്യുന്നത് ആദ്യം ഈ ഒരു കാറിന്റെ ഒരു ഭാഗം ഞാനിങ്ങനെ സെലക്ട് ചെയ്തു. ഇതിന്റെ സെലക്ഷൻ വരുന്നത് റെക്ടാങ്കിൾ ഷേപ്പിലാണ്. ഒരു സ്ക്വയർ, അതായത് ആ കാർ നിൽക്കുന്ന ആ ഒരു പോർഷൻ കംപ്ലീറ്റ് ഞാനിവിടെ ഡ്രോ ചെയ്തു. അതിന്റെ തൊട്ടിപ്പുറത്തായിട്ട് നെക്സ്റ്റ് വരുന്ന ബൈക്കിന്റെ പോർഷനും ഞാനൊന്ന് സെലക്ട് ചെയ്തു. ഇപ്പൊ രണ്ട് ഏരിയ ആണ് നമ്മൾ സ്ലൈസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഞാനിതിവിടെ സെലക്ട് ചെയ്തു സ്ലൈസ് ടൂൾ ഉപയോഗിച്ചിട്ട്. ഇനി നമുക്ക് ഈ സെലക്ഷനെ കൺട്രോൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ തൊട്ട് താഴെ തന്നെ സ്ലൈസ് സെലക്ഷൻ ടൂൾ ഉണ്ട്. സ്ലൈസ് സെലക്ഷൻ ടൂൾ, ഈ ടൂൾ ഉപയോഗിച്ചാൽ മാത്രമേ നമ്മളിപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ള ഈ പോർഷൻസിനെ നമുക്ക് മൂവ് ചെയ്യാനും അതുപോലെ റീസൈസ് ചെയ്യാനൊക്കെ സാധിക്കുള്ളൂ. ഇപ്പൊ ഞാനിതാ ഇവിടെ ഈ കാറിന്റെ പോർഷന്റെ മുകളിൽ വരച്ചിട്ടുള്ള ബോക്സ് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് അതിനെ ഒന്ന് റീസൈസ് ചെയ്യണം. കുറച്ച് നമ്മൾ സാധാരണ സ്കെയിൽ ചെയ്യുന്ന പോലെ ചെറുതാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ചെറുതാക്കാം. അപ്പൊ ഇതെല്ലാം പോസിബിൾ ആവുന്നത് ഈ പറയുന്ന സ്ലൈസ് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചിട്ടാണ്. ഇനി ഇത് കൂടാതെ തന്നെ ഇവിടെ ഒബ്ജക്റ്റിൽ വന്നു കഴിഞ്ഞാൽ സ്ലൈസിന്റെ കൂടുതൽ ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. സ്ലൈസ് ഇപ്പൊ ഇവിടെ ഫസ്റ്റ് മേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാം. അത് ഡിസേബിൾ ആണ് ഇപ്പോൾ. അത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഇവിടെ ഒരു റെക്ടാങ്കിൾ ഷേപ്പ് വരച്ചു. ഈ ഒരു ഷേപ്പിനെ സ്ലൈസിലേക്ക് കൺവേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റിൽ വന്ന് സ്ലൈസിൽ മേക്ക് കൊടുത്താൽ നമ്മളിപ്പോൾ ആ സെലക്ട് ചെയ്തിരിക്കുന്ന റെക്ടാങ്കിൾ ഷേപ്പിനെ സ്ലൈസ് ആയിട്ട് കൺവേർട്ട് ആയിരിക്കുകയാണ്. ഇനി അത് കൂടാതെ തന്നെ നമുക്കിവിടെ റിലീസ് ഓപ്ഷൻ ഉണ്ട്. മേക്കിന്റെ തൊട്ട് താഴെ തന്നെ റിലീസ്. നമ്മൾ ഇപ്പൊ മേക്ക് ചെയ്തിട്ടുള്ള സ്ലൈസിനെ റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പൊ നമ്മൾ ആദ്യം വരച്ചിട്ടുള്ള ആ ഒരു റെക്ടാങ്കിൾ ആയിട്ട് തന്നെയാണ് അവിടെ കാണുന്നത്. അപ്പൊ ഇതുപോലെ നമ്മൾ ഡ്രോ ചെയ്ത ഒരു പോർഷനെ സ്ലൈസ് മേക്ക് ചെയ്യാനും റിലീസ് ചെയ്യാനും സാധിക്കും. വീണ്ടും ഞാൻ Ctrl+Z അടിച്ച് സ്ലൈസ് മേക്ക് ചെയ്തു. റിലീസിന്റെ തൊട്ട് താഴെ തന്നെ രണ്ട് ഓപ്ഷൻസ് കാണാം, ക്രിയേറ്റ് ഫ്രം ഗൈഡ്, ക്രിയേറ്റ് ഫ്രം സെലക്ഷൻ. ഇപ്പോൾ ക്രിയേറ്റ് ഫ്രം സെലക്ഷൻ ആണ് ഇവിടെ ആക്റ്റീവ് ആയിട്ടുള്ളത്. അത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ സ്ലൈസ് ചെയ്ത് സെലക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു റെക്ടാങ്കിളിനെ മുകളിൽ മറ്റൊരു സെലക്ഷൻ കൂടി വന്നിട്ടുണ്ട്. ഇതാ ഒരു സെപ്പറേറ്റ് ആയിട്ട് നമുക്കൊരു സെലക്ഷൻ കൂടി കിട്ടിയിരിക്കുകയാണ്. നിലവിലുള്ള ഒരു സെലക്ഷനെ പുതിയതായിട്ട് സ്ലൈസ് ആയി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഒരു ഓപ്ഷൻസ് വെച്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഗൈഡ്സിൽ നിന്നുകൊണ്ട് നമുക്ക് ഇതിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഗൈഡ്സ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല, അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് ഷെയർ ചെയ്യാം. തൊട്ട് താഴെ തന്നെ നമുക്കിവിടെ ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈസ് ഉണ്ട്. അതായത് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഈ സ്ലൈസിനെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് പോർഷൻ കിട്ടും. മീൻസ് സെലക്ട് ചെയ്ത് നമ്മൾ സ്ലൈസ് ക്രിയേറ്റ് ചെയ്തതിനെ വീണ്ടും ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്, അത്രേ ഉള്ളൂ. നെക്സ്റ്റ് സ്ലൈസ് ഓപ്ഷനിൽ വരുന്നത് ഡിവൈഡ് സ്ലൈസ് ആണ്. അതായത് സ്ലൈസ് ചെയ്തിട്ടുള്ള ആ ഒരു പോർഷനെ നമുക്ക് പല പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. ഡിവൈഡ് ഒറിസോണ്ടൽ ഇൻറ്റു ഉണ്ട്, ഡിവൈഡ് വെർട്ടിക്കൽ ഇൻറ്റു ഉണ്ട്. ഞാനിവിടെ ഒറിസോണ്ടലി ഇപ്പൊ നിലവിൽ 1 ആണ് വാല്യൂ ഉള്ളത്, ഞാനൊരു 3 കൊടുത്തു. ദെൻ പ്രിവ്യൂ ഓൺ ആയി കഴിഞ്ഞാൽ
അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും ഫസ്റ്റ് സ്ലൈസ് ചെയ്തിട്ടുള്ള ആ ഒരു കാറിന്റെ പോർഷൻ 3 പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഹൊറിസോണ്ടൽ ആക്സിസിൽ 3 പാർട്ടായി ഡിവൈഡ് ചെയ്ത്. ഇനി വെർട്ടിക്കൽ ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വാല്യൂ കൂട്ടി കൊടുക്കാം. 1 എന്നുള്ളത് ഞാനിവിടെ 3 കൊടുത്തു. ഇപ്പൊ ആ ഒരു സിംഗിൾ സ്ക്വയർ സെലക്ഷനെ നമ്മളിപ്പോൾ പല ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഡിവൈഡ് സ്ലൈസ് എന്നുള്ള ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് സ്ലൈസിനെ ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. ദെൻ സ്ലൈസ് ഓപ്ഷനിൽ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഓപ്ഷനാണ് ഡിലീറ്റ് ഓൾ. നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള എല്ലാ സ്ലൈസിനെയും ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ഓൾ കൊടുത്തു കഴിഞ്ഞാൽ ക്ലിയർ ആവും. ഇനി നമുക്ക് സെപ്പറേറ്റ് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ സ്ലൈസ് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒബ്ജക്റ്റ് മെനുവിലുള്ള സ്ലൈസ് ഓപ്ഷനിൽ പ്രധാനമായും പഠിക്കാനുള്ളത്. ഇവിടെ കൺഫ്യൂഷൻ ആവാനൊന്നുമില്ല, സ്ലൈസിനെ കൺട്രോൾ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ. ദെൻ നമുക്ക് അതിന്റെ മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് പോവാം. ഞാൻ ആദ്യം ചെയ്ത പോലെ തന്നെ ഇവിടെ ഈ കാണുന്ന 2 വെഹിക്കിൾസ് ഏരിയനെയും കൂടെ ഞാനൊന്ന് സ്ലൈസ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു കാറിന്റെ പോർഷനും അതുപോലെ തന്നെ ബൈക്ക് വരുന്ന ഈ ഒരു ഏരിയയും. ഇനി നമുക്ക് ഇതിന്റെ ഒരു ഔട്ട്പുട്ട് എടുക്കണം, അതായത് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഔട്ട്പുട്ട്. അതിനുവേണ്ടി ഞാനിവിടെ ഫയലിൽ വന്നിട്ട് എക്സ്പോർട്ടിൽ സേവ് ഫോർ വെബ് ലെഗസി എന്ന് കാണാം. സേവ് ഫോർ വെബ് അതിൽ ബ്രാക്കറ്റിൽ ലെഗസി എന്നുള്ള ഒരു ഓപ്ഷൻ. Alt Shift Control S ആണ് ഇതിന്റെ ഷോർട്ട് കീ എന്ന് പറയുന്നത്. സാധാരണ മുൻപത്തെ വേർഷനിലൊക്കെ സേവ് ഫോർ വെബ് എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ആയിട്ട് ഒരു മെനു തന്നെ ഇവിടെ കാണായിരുന്നു. പക്ഷെ ഇപ്പോൾ ലേറ്റസ്റ്റ് വേർഷനിൽ അതില്ല, എക്സ്പോർട്ടിലാണ് നമുക്കത് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, സേവ് ഫോർ വെബ് കൊടുത്തു ഞാനിവിടെ. ഒരു സെപ്പറേറ്റ് വിൻഡോ തന്നെ ഓപ്പൺ ആയിട്ടുണ്ട്. കുറച്ച് ഓപ്ഷൻസ് കൂടുതലുണ്ട് ഈ ഒരു വിൻഡോയിൽ. ഏറ്റവും കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ ഒരു വിൻഡോയിൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ആ ഇമേജിൽ സ്ലൈസ് ആക്റ്റീവ് ആയിട്ടുള്ള 2 പോർഷൻസ്, അതായത് 2 ഏരിയയിലാണ് നമ്മൾ സ്ലൈസ് കൊടുത്തിട്ടുള്ളത്. ഒന്ന് ഈ കാറുള്ള ഈ ഭാഗവും തൊട്ടിപ്പുറത്ത് ഈ ബൈക്ക് വരുന്ന പോർഷനുമാണ് നമ്മൾ സ്ലൈസ് ചെയ്തെടുത്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു ഇത് സേവ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിന്റെ ഒരു എക്സാക്ട് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടുന്നത്. പക്ഷെ സേവ് ചെയ്യുന്ന സമയത്ത് ഇവിടെ സ്ലൈസ് ചെയ്തിരിക്കുന്ന ഈ പോർഷനും അത് കൂടാതെ തന്നെ എക്സ്ട്രാ വരുന്ന ഈ ഭാഗങ്ങൾ കൂടി നമ്മുടെ ഔട്ട്പുട്ടിൽ കാണാൻ സാധിക്കും. അപ്പൊ അവിടെ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഏതാണ് സ്ലൈസ് ചെയ്തത് ഏതാണ് സ്ലൈസ് ചെയ്യാത്തത് എന്നുള്ളത്. കാരണം ഇതിപ്പോ 2 ഭാഗമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ചില കേസിലൊക്കെ കൂടുതൽ പോർഷൻസ് സ്ലൈസ് ചെയ്തെടുക്കുമ്പോൾ അവിടെ ഒരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഇതിൽ കാണുന്ന ഈ സ്ലൈസ് ടൂൾ സെലക്ട് ചെയ്ത് ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്ലൈസ് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സെപ്പറേറ്റ് ഒരു വിൻഡോ കാണാം. ഇവിടെ നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പേര് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കാർ എന്നുള്ള ഒരു പേര് കൊടുത്തു. ജസ്റ്റ് ഒരു പേര് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട്. അതിനുശേഷം ഓക്കെ കൊടുത്തു. ഇവിടെ ബൈക്കിന്റെ എവിടെയും ഡബിൾ ക്ലിക്ക് ചെയ്ത് ഞാനിവിടെ ബൈക്ക് എന്നുള്ള ഒരു പേര് കൊടുത്തു. ഓക്കെ കൊടുത്തു. ഇപ്പൊ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുള്ള കാറ് കാണാം. ഇതുപോലെ തന്നെ തൊട്ടിപ്പുറത്തുള്ള ഇമേജിലും ബൈക്ക് എന്നുള്ള പേരും കൊടുത്തിട്ടുണ്ട്. ഈ പേര് കൊടുക്കുന്നതിന്റെ നെക്സ്റ്റ് ബോക്സിൽ URL എന്ന് കാണാൻ പറ്റും. URL, അതായത് ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിരുന്നു സ്ലൈസ് ടൂൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മൾ വെബ് ലേഔട്ട് ഡിസൈനുകൾ ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ URL നമ്മൾ ലിങ്കുകൾ ഉപയോഗിച്ചിട്ട് HTML ആയി കൺവേർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ പേജുകൾ തമ്മിൽ കണക്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടും സ്ലൈസ് ടൂൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു സെലക്റ്റീവ് ആയിട്ടുള്ള കാർ എന്ന് പേര് കൊടുത്തിട്ടുള്ള സ്ലൈസ് ഏരിയനെ നമുക്ക് വേണമെങ്കിൽ ഒരു ബട്ടണായി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വേറൊരു പേജിലേക്ക് മൂവ് ചെയ്യുന്ന തരത്തിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. പക്ഷെ ഇപ്പൊ ഞാൻ എന്താണ് സ്ലൈസ്, അത് എങ്ങനെ കൺവേർട്ട് ചെയ്യാം എന്നുള്ളത് മാത്രമാണ് പരിചയപ്പെടുന്നത്. മറ്റൊരു ഇമേജിലൂടെ നമുക്ക് ലിങ്ക് ചെയ്യുന്ന മെത്തേഡ് പഠിക്കാം. അപ്പോൾ നമ്മൾ ഈ 2 സ്ലൈസ് ആയിട്ടുള്ള ഏരിയയിലും പേര് കൊടുത്തു. ഇവിടെ നമുക്ക് അതിന്റെ ഫോർമാറ്റുകളെല്ലാം അവൈലബിൾ ആണ്. JPEG, GIF, PNG, PNG24 എന്നൊക്കെ പറഞ്ഞ് കുറെ ഫോർമാറ്റുകൾ അവൈലബിൾ ആണ്. അതുകൂടാതെ തന്നെ നമ്മൾ സേവ് ഫോർ വെബ് എന്നുള്ള ഈ ഒരു വിൻഡോയിൽ പ്രധാനമായും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇമേജിനെ കംപ്രസ് ചെയ്യാനും ക്വാളിറ്റിയിൽ മാറ്റം വരുത്തിക്കൊണ്ട് അതിന്റെ ഓവറോൾ സൈസിൽ മാറ്റം വരുത്താനും നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്കറിയാം നമ്മൾ പല വെബ്സൈറ്റുകളിലേക്കും ഇമേജുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഫോട്ടോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സൈസ് അവർ റെക്കമെൻഡ് ചെയ്യും. ഒരു 100 KB അല്ലെങ്കിൽ 15 KB ഇതിന്റെ ഉള്ളിൽ ഒതുങ്ങുന്ന സൈസ് ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അവിടെയൊക്കെ പലരും കൺഫ്യൂസ്ഡ് ആവും, ഇത് എങ്ങനെ കംപ്രസ് ചെയ്യും എന്നൊക്കെ. പലരും വെബ്സൈറ്റ് തന്നെ കംപ്രസ് ചെയ്യുന്ന പല സൈറ്റുകളും ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ അവിടെ ക്വാളിറ്റി ലോസ് ആവുന്ന പ്രശ്നങ്ങളൊക്കെ വരും. അപ്പൊ അത്തരം സിറ്റുവേഷനിലാണ് സേവ് ഫോർ വെബിൽ വന്നിട്ട് ഇതിന്റെ ക്വാളിറ്റി വാല്യൂ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിന്റെ ഓവറോൾ സൈസിൽ മാറ്റം വരുത്താം എന്നുള്ളത്. ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്ന ഈ പോർഷന്റെ സൈസ് എന്ന് പറയുന്നത് 35.6 KB ആണ്. അപ്പോൾ ബൈക്കിന്റെ ഏരിയ ആണെങ്കിൽ 25.01 KB ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ കൂട്ടണം എന്നുണ്ടെങ്കിൽ ഇവിടെ ക്വാളിറ്റി കൂട്ടിക്കൊണ്ട് അതിന്റെ സൈസിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അതല്ലെങ്കിൽ ക്വാളിറ്റി കുറച്ചുകൊണ്ട് നമുക്കിവിടെ സൈസ്, ഓവറോൾ സൈസിനെ റെഡ്യൂസ് ചെയ്യാനും സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് ഇതിൽ കാണുന്നത് നമ്മളിപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ള ഈ ഒരു ഓവറോൾ ഇമേജിന്റെ ഇൻഫോ ആണ്. ഇതിൽ വിഡ്ത്ത് കാണിക്കുന്നുണ്ട്, ഹൈറ്റ് കാണിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്ത ഇമേജിന്റെ ഓവറോൾ സൈസ്.
ആ ഒരു സൈസും വേണമെങ്കിലും നമുക്കിവിടെ മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഇവിടെ പിക്സൽസിലാണ് വാല്യൂ കാണിച്ചിട്ടുള്ളത്, അതും നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷം നമ്മൾ സേവ് കൊടുക്കുക. അതിന്റെ മുമ്പേ നമുക്കിവിടെ പ്രിവ്യൂ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ URL എല്ലാം സെറ്റ് ചെയ്യുന്ന സമയത്ത് പ്രിവ്യൂ കാണിച്ച് അതിന്റെ പ്രിവ്യൂവിന്റെ യൂസേജ് എന്താണെന്നുള്ളത് ക്ലിയർ ചെയ്യാം. ഇപ്പൊ നമ്മൾ സ്ലൈസ് ചെയ്യാനാണ് പഠിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടി ഞാനിവിടെ സെറ്റിങ്സുകളെല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷം സേവ് കൊടുത്തു. സേവ് കൊടുക്കുമ്പോൾ സാധാരണ നമ്മൾ സേവ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഒരു പാത്ത് സെറ്റ് ചെയ്യാം. ഞാനിവിടെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു, സ്ലൈസ് എന്ന പേരിലുള്ള ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ആ ഒരു ഫോൾഡറിന്റെ ഉള്ളിലേക്കായിട്ടാണ് ഞാൻ സേവ് ചെയ്യുന്നത്. കാർ ആൻഡ് ബൈക്ക് എന്നുള്ള ഒരു ഫയൽ നെയിം കൊടുത്തു, ദെൻ സേവ് കൊടുത്തു. ഇനി നമുക്ക് സേവ് ചെയ്തിട്ടുള്ള ആ ഫയൽ ഒന്ന് ചെക്ക് ചെയ്യാം. ഞാനിവിടെ സേവ് ചെയ്തിട്ടുള്ള ആ ഫയൽ ഓപ്പൺ ചെയ്തു. സ്ലൈസ് എന്നുള്ള ഫോൾഡറാണ്. ആ സ്ലൈസ് എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇമേജ് എന്ന പേരുള്ള മറ്റൊരു ഫോൾഡർ കൂടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്തതല്ല, സ്ലൈസ് ചെയ്യുമ്പോൾ ഡിഫോൾട്ട് ആയിട്ട് വരുന്ന ഒരു ഫോൾഡറാണ് ഇമേജ് എന്ന പേരിലുള്ള ഈ ഒരു ഫോൾഡർ. ആ ഒരു ഫോൾഡറിലാണ് നമ്മൾ സ്ലൈസ് ചെയ്തിട്ടുള്ള ഇമേജുകളെല്ലാം അടങ്ങിയിരിക്കുന്നത്. അപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, സ്ലൈസ് സെലക്ട് ചെയ്തതും അൺസെലക്ട് ചെയ്തതുമായിട്ടുള്ള എല്ലാ ഇമേജസും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. കാരണം സ്ലൈസ് ചെയ്യുമ്പോൾ തന്നെ എക്സ്ട്രാ വരുന്ന കുറച്ച് ബോക്സുകൾ നമുക്കിവിടെ കാണാം, എക്സ്ട്രാ ആയിട്ട് ബാലൻസ് ആയിട്ട് വരുന്നത്. അപ്പൊ ആ ഒരു പീസുകളാണ് നമ്മൾ ഈ ഇമേജ് എന്ന ഫോൾഡറിൽ എക്സ്ട്രാ കാണുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അങ്ങനെ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്ലൈസ് ചെയ്തിട്ടുള്ള ആ സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയ നമ്മൾ പേര് കൊടുത്ത് സേവ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ആ ബൈക്ക് എന്ന് പേരുള്ള ആ ഫയൽ നമ്മൾ ഓവർ ചെയ്യുമ്പോൾ തന്നെ അതിലുള്ള സൈസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. 27.0 KB ആണ്. 253 × 283 ആണ് അതിന്റെ ഓവറോൾ സൈസ് വന്നിരിക്കുന്നത്. ഇനി നമുക്കത് സെപ്പറേറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്യാം. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ തൊട്ടിപ്പുറത്ത് തന്നെ കാറിന്റെ ഒരു ഇമേജ് നമ്മൾ സ്ലൈസ് ചെയ്തിരുന്നു. അപ്പൊ അതും ആ ഒരു എക്സാക്ട് ഏരിയയിൽ തന്നെ സ്ലൈസ്ഡ് ആയിട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ സ്ലൈസിംഗിൽ ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, വെബ് ലേഔട്ടുകളൊക്കെ ഡിസൈൻ ചെയ്യുമ്പോഴാണ് സ്ലൈസ് ടൂൾ കൂടുതൽ ഉപയോഗിക്കുക എന്നുള്ളത്. അപ്പൊ ഇവിടെ ഞാനൊരു വെബ് പേജിന്റെ സാമ്പിൾ ഡിസൈൻ കാണിക്കാം. അതോടൊപ്പം തന്നെ അതിൽ എങ്ങനെയാണ് URL സെറ്റ് ചെയ്തുകൊണ്ട് മറ്റൊരു പേജിലേക്ക് കണക്ട് ചെയ്യാം എന്നുള്ളതാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു വെബ് പേജ് സാമ്പിൾ ഡിസൈൻ ഓപ്പൺ ചെയ്യാണ്. സെലക്ട് ചെയ്തു, ഓപ്പൺ കൊടുത്തു. ഒരു ഫർണിച്ചർ ഐറ്റംസിനെ ബേസ് ചെയ്തിട്ടുള്ള വെബ് പേജ് ലേഔട്ട് ആണ് ഇത്. ഈ ഒരു ലേഔട്ട് കാണുമ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആവും. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഇവിടെ ഈ ഫർണിച്ചർ ഐറ്റംസ്, കുറച്ച് ചെയേഴ്സ് ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഇമേജുകളൊക്കെ സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്ലൈസ് ചെയ്ത് സേവ് ഫോർ വെബിലാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ഈ ഒരു ചെയറിന്റെ ഈ ഒരൊറ്റ പോർഷൻ മാത്രമേ ഇവിടെ സ്ലൈസ് ചെയ്യുന്നുള്ളൂ. എന്നിട്ട് ഫയലിൽ വന്ന് നേരത്തെ ചെയ്ത പോലെ തന്നെ എക്സ്പോർട്ടിൽ സേവ് ഫോർ വെബ് കൊടുത്തു. സേവ് ഫോർ വെബ് വിൻഡോയിലേക്ക് വരുമ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള ആ ഒരു പേജ് വളരെ സൂം ഇൻ ആയിട്ടാണ് നിൽക്കുന്നത്. കാരണം നമ്മുടെ ആ പേജ് സൈസ് കുറച്ച് കൂടുതലുള്ളത് കൊണ്ടാണ്. അപ്പൊ അത് സൂം ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ നോർമലി ചെയ്യുന്ന മെത്തേഡ് തന്നെയാണ്. കൺട്രോൾ- ഉപയോഗിച്ചിട്ട് നമുക്ക് അതിനൊന്ന് സൂം ഔട്ട് ചെയ്യാം. കൺട്രോൾ- ഉപയോഗിച്ച് സൂം ഔട്ട് ചെയ്യാം. ഇനി സൂം ഇൻ ചെയ്യണമെങ്കിൽ Ctrl+ ചെയ്യാം. ഇനി അതുമല്ല, നമുക്കിവിടെ ഹാൻഡ് ടൂൾ എല്ലാം അവൈലബിൾ ആണ്. നമുക്ക് ഹാൻഡ് ടൂൾ ഉപയോഗിച്ച് ഇതുപോലെ മൂവ് ചെയ്യാനും സാധിക്കും. ഓക്കെ, ഇനി ഞാനിവിടെ സ്ലൈഡ് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചു. ഈ ഒരു ഭാഗത്താണ് നമുക്ക് ഇനി URL അഡ്രസ്സ് കൊടുത്തുകൊണ്ട് ലിങ്ക് സെറ്റ് ചെയ്യേണ്ടത്. മീൻസ് ഈ ഒരു പോർഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു അഡ്രസ്സ് കൊടുക്കുന്ന ആ പേജിലേക്ക് നമുക്ക് പോകേണ്ടത്. അപ്പൊ അതിനുവേണ്ടി ഞാൻ ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്തു. ഈ ഒരു ഓപ്ഷൻ നമ്മൾ നേരത്തെ ജസ്റ്റ് പരിചയപ്പെട്ടതാണ്. നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പേര് കൊടുക്കാം. ആ പേര് കൊടുക്കുന്നതിന്റെ തൊട്ട് താഴെ തന്നെ URL എന്നുള്ള ഒരു ടെക്സ്റ്റ് ബോക്സ് കൂടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇവിടെയാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഏത് പേജിലേക്കാണോ നമുക്ക് പോകേണ്ടത് ആ പേജിന്റെ അഡ്രസ്സ് നമ്മൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു ഏരിയയിലാണ്. അപ്പൊ ഞാനിവിടെ ഒരു വെബ് അഡ്രസ്സ് കോപ്പി ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ആമസോൺ വെബ്സൈറ്റിന്റെ ഹോം പേജിലേക്കുള്ള ഒരു ലിങ്കാണ് ഞാനിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. Ctrl+V അടിച്ച് ഇവിടെ പേസ്റ്റ് ചെയ്തു. ഓൾറെഡി കോപ്പി ചെയ്തതാണ്. അപ്പൊ ഈ സ്ലൈസ് ഓപ്ഷനിൽ നമ്മൾ പ്രധാനമായും സെറ്റ് ചെയ്യേണ്ടത് ഈ ഒരു URL തന്നെയാണ്. അതിനുശേഷം ഞാനിവിടെ OK ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. ദെൻ നേരത്തെ നമ്മൾ പറഞ്ഞ മറ്റുള്ള ഓപ്ഷൻസ്, അതായത് ഫയൽ ഫോർമാറ്റ്, ക്വാളിറ്റീസ്, ഇതെല്ലാം നമുക്ക് വേണമെങ്കിൽ ഇവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം താഴെ ഭാഗത്ത് ലെഫ്റ്റ് സൈഡ് ബോട്ടംസിലായിട്ട് പ്രിവ്യൂ എന്നുള്ളൊരു ബട്ടൺ കാണാൻ പറ്റും. പ്രിവ്യൂ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പേജ് ഒരു HTML ഫോർമാറ്റിലേക്ക് മാറിയിട്ടുണ്ട്. അതൊരു HTML ഫോർമാറ്റ് പ്രിവ്യൂ ആയിട്ട് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. നമുക്ക് ഇനി പേജ് സ്ക്രോൾ ചെയ്യുമ്പോൾ തന്നെ അത് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ സാധിക്കും. അതിന്റെ നേരെ താഴെ ഭാഗത്ത് തന്നെ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഫയൽ ഫോർമാറ്റ്, ഡയമെൻഷൻ, സൈസ്, അങ്ങനെയുള്ള മറ്റു ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമ്മൾ പ്രധാനമായി ഇതിൽ കാണുന്ന മറ്റൊന്നാണ് HTML കംപ്ലീറ്റ് കോഡിങ്സ്. അതായത് ഈ പേജ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് HTML പേജുകളൊക്കെ ഡെവലപ്പ് ആവുന്നത് ഒരു കോഡിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ്.
ഇപ്പോൾ വെബ് ഡിസൈനിങ്ങിന്റെ ബേസിക്കും അതുപോലെ HTML ഒക്കെ പഠിക്കുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും. പലതരത്തിലുള്ള കോഡിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ് ആ ഒരു പേജ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഹോം പേജിൽ വന്നിരിക്കുന്ന മെയിൻ ആയിട്ടുള്ള കോഡിങ്സ് കംപ്ലീറ്റ് ഇതിൽ കാണിച്ചു തരുന്നുണ്ട്. ഞാൻ തൽക്കാലം ഇത് മാത്രം ഒന്ന് സെലക്ട് ചെയ്ത് കോപ്പി ചെയ്തു. Ctrl+C അടിച്ചു. എന്തിനാണ് കോപ്പി ചെയ്തെന്നുള്ളത് പിന്നീട് കാണിക്കാം. ഇനി നമ്മൾ ഈ ഒരു വിൻഡോയിൽ നോക്കേണ്ടത് നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ലിങ്ക് ആക്റ്റീവ് ആയിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പോർഷനെയാണ് ഇവിടെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ സ്ലൈസ് ചെയ്തിരിക്കുന്ന ആ ഒരു പോർഷന്റെ ഇൻസൈഡിലേക്ക് മൗസ് കേഴ്സർ ഒന്ന് മൂവ് ചെയ്ത് കൊടുക്കുമ്പോൾ അതൊരു ബട്ടൺ ആയി മാറിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ പുറത്തേക്ക് നമ്മൾ മൗസ് കേഴ്സർ മൂവ് ചെയ്യുമ്പോൾ ആരോ ആയിട്ടാണ് വരുന്നത്. അതിന്റെ ഇൻസൈഡിലേക്ക് പോകുമ്പോൾ അതൊരു ബട്ടൺ ആയിട്ട് അത് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ആമസോണിന്റെ ഹോം പേജിലേക്ക് നമ്മളിപ്പോൾ എത്തിയിട്ടുണ്ട്. അതായത് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടില്ല, ഈ ഒരു പോർഷനിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല പ്രോപ്പർ ലിങ്ക് വർക്കിംഗ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ വീണ്ടും ഇല്ലസ്ട്രേറ്ററിലേക്ക് തന്നെ പോയി. ഇപ്പൊ നമ്മൾ പ്രിവ്യൂ വിൻഡോയിലൂടെയാണ് ഇതൊക്കെ ചെക്ക് ചെയ്തിട്ടുള്ളത്. പക്ഷെ പ്രിവ്യൂ അല്ല നമുക്ക് വേണ്ടത്, പ്രോപ്പർ ആയിട്ടുള്ള ഒരു HTML പേജ് തന്നെ നമുക്ക് ഔട്ട് എടുക്കണം. കാരണം ഇത് പ്രിവ്യൂ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നമുക്ക് ഈ ഒരു വിൻഡോയിലേക്ക് വരുമ്പോൾ മാത്രമേ ഇത് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. സേവ് ഓപ്ഷനിൽ നമുക്ക് സേവ് ആസ് ടൈപ്പിൽ ഇമേജ് മാത്രമായിട്ടേ നമുക്ക് ഔട്ട്പുട്ട് എടുക്കാൻ പറ്റുള്ളൂ. മീൻസ് HTML ആയിട്ട് നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് കിട്ടില്ല. പക്ഷെ നമുക്ക് HTML പേജ് വേണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ HTML കോഡ് കോപ്പി ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ വർക്കൗട്ട് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ സാധാരണ സേവ് ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ സേവ് കൊടുത്തു. ഇനി നമുക്ക് സേവ് ചെയ്തിട്ടുള്ള ഫോൾഡർ ചെക്ക് ചെയ്യാം. മുൻപ് നമ്മൾ കണ്ടതുപോലെ തന്നെ പല പല പീസായിട്ടുള്ള ഇമേജുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിൽ മെയിൻ ആയിട്ട് നമ്മൾ സ്ലൈസ് ചെയ്ത പോർഷനും ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. പക്ഷേ നമുക്ക് ഇതല്ല വേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞു HTML ഫോർമാറ്റിലുള്ള ഒരു ഫയലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ന്യൂവില് ഒരു ടെക്സ്റ്റ് ഡോക്യുമെന്റ് ഞാൻ ഓപ്പൺ ചെയ്തു. ടെക്സ്റ്റ് ഡോക്യുമെന്റ് നമ്മൾ സാധാരണ നോട്ട് പാഡ് ഓപ്പൺ ആക്കുന്ന പോലെ തന്നെ. അപ്പോൾ ഇവിടെ ഒരു ടെക്സ്റ്റ് ഡോക്യുമെന്റ് ഓപ്പൺ ആയിട്ടുണ്ട്. അത് ഞാൻ വീണ്ടും ഒന്ന് ഓപ്പൺ വിത്ത് നോട്ട് പാഡിലേക്ക് കൊടുത്തു. അതിനുശേഷം മുൻപ് നമ്മൾ കോപ്പി ചെയ്തിട്ടുള്ള ആ ഒരു HTML കോഡ്സ് കംപ്ലീറ്റ് ഇവിടെ ഞാൻ പേസ്റ്റ് ചെയ്തു. ദെൻ ഫയലിൽ വന്ന് ഇതൊന്ന് സേവ് ചെയ്യാം. സേവ് ആസ് കൊടുത്തു. നമ്മൾ എവിടേക്കാണോ നേരത്തെ ഇമേജ് സേവ് ചെയ്തിട്ടുള്ളത് ആ സെയിം ഫോൾഡറിലേക്ക് തന്നെ ഇതും സേവ് ചെയ്യാം. പക്ഷെ സേവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത് HTML ഫോർമാറ്റിലാണ് നമ്മൾ സേവ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ ഫയൽ നെയിം ബോക്സിലാണ് HTML ഫോർമാറ്റ് ആയിട്ട് ഞാൻ കൊടുക്കുന്നത്. പേര് ഞാൻ ഇൻഡെക്സ് എന്ന് കൊടുത്തു. സാധാരണ HTMLന്റെ ഹോം പേജിലൊക്കെ നമ്മൾ കൊടുക്കുന്ന ഒരു പേര് ഇൻഡെക്സ് എന്നാണ്. ഇൻഡെക്സ് കൊടുത്തു. .html എന്ന് കൊടുത്തു. അതിന്റെ എക്സ്റ്റൻഷൻ .html. മറ്റു കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. പേര് കൊടുത്തു. അതിന്റെ കൂടെ തന്നെ .html എന്നുള്ള ആ ഒരു എക്സ്റ്റൻഷനും അവിടെ സെറ്റ് ചെയ്തു. ദെൻ സേവിൽ ക്ലിക്ക് ചെയ്ത് ഇപ്പൊ നിങ്ങൾക്ക് കാണാം ഒരു HTML പേജ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. സെയിം ഫോൾഡറിലേക്ക് തന്നെ index.html എന്നുള്ള ഒരു പേജ് ഞാൻ സേവ് ചെയ്തു. ഇനി ഈ പേജ് നേരത്തെ പ്രിവ്യൂവിൽ കണ്ട പോലെ തന്നെ പെർമനന്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ ഓപ്പൺ വിത്ത് കൊടുത്തു. ക്രോമിലേക്ക് ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രിവ്യൂവിൽ കണ്ട അതേ സെയിം മെത്തേഡിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഇതിൽ ഡിസൈൻ മാത്രമേ ഉള്ളൂ. നേരത്തെ നമ്മൾ HTML കോഡ് കൂടെ കണ്ടിരുന്നു. അപ്പോൾ HTML കോഡ് ഇല്ലാണ്ട് ഒരു പെർഫെക്റ്റ് HTML ഡിസൈൻ തന്നെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ലിങ്ക് ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. അതിന്റെ ഫസ്റ്റ് ഇമേജിൽ വന്ന് ക്ലിക്ക് ചെയ്തു. നേരത്തെ നമ്മൾ സെറ്റ് ചെയ്ത പോലെ തന്നെ ആമസോണിന്റെ ഹോം പേജിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ URL അഡ്രസ് ഉപയോഗിച്ചിട്ട് ഇല്ലസ്ട്രേറ്ററിൽ HTML പേജുകൾ തമ്മിൽ ലിങ്ക് ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഞാനിവിടെ ആമസോണിന്റെ ഒരു ലിങ്ക് കൊടുത്തിട്ടാണ് കാണിച്ചത്. ഇനി അതല്ല 3-4 പേജുകളൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ലിങ്ക് വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ടത് സ്ലൈസ് ഓപ്ഷനിൽ URL കൊടുക്കുമ്പോൾ ഏത് പേജിലേക്കാണോ നിങ്ങൾക്ക് പോകേണ്ടത് ആ പേജിന്റെ എക്സാക്റ്റ് ആയിട്ടുള്ള URL അഡ്രസ് തന്നെ അവിടെ കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു പാർട്ടിൽ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തിയത് സ്ലൈസ് ടൂൾ ആണ്. സ്ലൈസ് ടൂളുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുവിധം എല്ലാ കാര്യങ്ങളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലാക്കി എടുക്കാൻ സാധിച്ചു എന്ന് കരുതുന്നു. കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ പ്രോപ്പറായി ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. AI സോഫ്റ്റ്വെയറിന്റെ മറ്റൊരു പാർട്ടുമായി എത്തുന്നവരേക്കും ഗുഡ് ബൈ. താങ്ക് യു.